അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ദുൽഹജ്ജ് മാസം അതിൻ്റെ അവസാന വാരത്തിലാണ് നാം ഉള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വർഷം, ഒരു കലണ്ടർ നമുക്ക് അവസാനിക്കാൻ പോവുകയാണ്. വരാൻ പോകുന്നത് പുതുവർഷത്തിൻ്റെ തുടക്കമായ മുഹറം മാസമാണ്. മുഹറം മാസം ഒട്ടനവധി ചരിത്രങ്ങൾക്ക് സാക്ഷിയായ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹ് സൃഷ്ടിച്ചത്, കലം സൃഷ്ടിച്ചത്, അർശ് സൃഷ്ടിച്ചത്, കുർസിയ്യ് സൃഷ്ടിച്ചത്, ആകാശങ്ങൾ, ഭൂമി, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, ഇവ മുഴുവനും സൃഷ്ടിച്ചത് മുഹറം മാസത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാമിനെയും മലക്കുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശുറാ ദിനത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂനാ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സൃഷ്ടിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് ഈ പുണ്യമാസത്തിലാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ പുണ്യമാസത്തിലാകുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുകയും നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത് ഈ പുണ്യമാസത്തിലാകുന്നു. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ തൗറാത്ത് ലഭിച്ചത് മുഹറം 10 നമുക്ക് കാണാൻ കഴിയും. വിപത്സമായിരിക്കുന്ന പീഡനങ്ങൾ ലോകത്തഴിച്ചുവിട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ അഴിച്ചുവിട്ട ഫിർഔനിനെ നൈൽ നദിയിൽ മുക്കി നശിപ്പിച്ചത് മുഹറം 10 നമുക്ക് മനസ്സിലാക്കാം ചരിത്രത്തിൽ നിന്ന്. ലോകത്ത് അനവധി പരീക്ഷണങ്ങൾക്ക് വിധേയമായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം 10. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിൽ മോചിതനായത് ഈ പുണ്യമാസത്തിലാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ പുണ്യമാസത്തിലെ ആശൂറാ ദിനത്തിലാകുന്നു. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനം മുഹറം 10. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വാനലോകത്തേക്ക് ഉയർത്തിയത്, ആകാശത്തിലേക്ക് ഉയർത്തിയത് ഈ പുണ്യമാസത്തിലാണെന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ലോകം മടക്കി ഭരിച്ചിരുന്ന ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അധികാര പദവി ലഭിച്ചത് ഈ പുണ്യമാസത്തിലാണ്. ലോകത്തിലേക്ക് ആദ്യമായി മഴ വർഷിച്ചത് മുഹറം മാസത്തിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ. അതേപോലെ ആദ്യമായി അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങിയത് അത് മുഹറം മാസത്തിലാണ്. ഈ സംഭവങ്ങളെല്ലാം, ഈ കാര്യങ്ങളെല്ലാം അൽ ഉഞ്ഞത്ത് എന്ന കിതാബിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഹറം ആദ്യ ദിവസം 360 തവണ ബിസ്മിയോട് കൂടെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയും അവസാനമായി
اللهم يا محول الأحوال حول حالي إلى أحسن الأحوال بحولك وقوتك يا عزيز يا متعال وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ വർഷം മുഴുവൻ വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അവനെ അല്ലാഹു സുബ്ഹാനഹു തആല സംരക്ഷിക്കുന്നതാണ്. വെറുക്കപ്പെട്ട വിപത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവന് കാവൽ നൽകുന്നതാണെന്ന് കൻസുൻ നജാഹി വസ്സുറൂർ എന്ന കിതാബിന്റെ 18-ാം പേജിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരാൾ ദുൽഹിജ്ജ അവസാന ദിവസവും മുഹറം ആദ്യ ദിവസവും നോമ്പെടുത്താൽ അല്ലാഹു അതിനെ 50 വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാക്കുന്നതാണ്. മുഹറം മാസത്തിലെ ഒരു നോമ്പ് 30 ദിവസത്തെ നോമ്പിന് പകരമാണ്. ജഅലഹുല്ലാഹു കഫാറത 50 സന വസൗമു യൗമിൽ മുഹറമി ബിസൗമി 30 യൗമാ. 50 വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാക്കും. മുഹറം മാസത്തിലെ ഒരു നോമ്പ് 30 ദിവസത്തെ നോമ്പിന് പകരമാണെന്ന് കൻസുൻ നജാഹ് എന്ന കിതാബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു തആല അൻഹാ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ അയ്യാമുൽ അശ്ർ മുതൽ അഥവാ ദുൽഹജ്ജ് 1 മുതൽ ആശൂറ വരെ നോമ്പെടുത്താൽ ഫിർദൗസുൽ അഅലയെ അഥവാ സ്വർഗത്തിലെ ഉന്നത സ്ഥാനത്തെ അവൻ അവകാശപ്പെടുത്തിയിരിക്കുന്നു എന്ന നസ്അത്തുൽ മജാലിസിൽ കാണാം. മൻ സാമ അയ്യാമൽ അശ്രി ഇലാ ആശൂറ ഔറസൽ ഫിർദൗസൽ അഅലാ. അല്ലാഹു സുബ്ഹാനഹു തആല ആ ദിവസത്തിലെ നോമ്പെടുക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു ഈ സമുദായത്തെ ധാരാളം മഹത്വങ്ങൾ നൽകി മറ്റ് മുൻഗാമികളായ സമുദായങ്ങളിൽ നിന്ന് പ്രത്യേകമാക്കിയിട്ടുണ്ട്. കാരണം മറ്റു സമുദായങ്ങളെക്കാൾ ഏറ്റവും കുറഞ്ഞ ആയുസ് നൽകപ്പെട്ട സമുദായമാണ് മുഹമ്മദീയ സമുദായം. അതിനാൽ അല്ലാഹു ധാരാളം ഫളായിലുകൾ നിശ്ചയിച്ച് നൽകുകയും അതിലൂടെ അവരുടെ സ്വർഗീയ പദവികൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുകയും ചെയ്യുന്നു. അതിൽപ്പെട്ടതാണ് എല്ലാ മാസത്തിലുമുള്ള അയ്യാമുൽ ബീദിന്റെ നോമ്പ്, അറഫാ ദിനത്തിലെ നോമ്പ്, റജബ് മാസത്തിലെ നോമ്പ്, ശഅബാൻ മാസത്തിലെ നോമ്പ്, ശവ്വാലിലെ 6 ദിനത്തിലെ നോമ്പ് തുടങ്ങിയവ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതെല്ലാം ഈ സമുദായത്തിന് അവരുടെ പദവികൾ വർദ്ധിക്കാൻ, അവർക്ക് ഫളായിലുകൾ വാരിക്കൂട്ടാനുള്ള ഓരോ ദിനങ്ങളാകുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശുറാ നോമ്പെടുക്കുകയും എടുക്കാൻ വേണ്ടി സ്വഹാബികളോട് കൽപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ നബിയോട് പറഞ്ഞു, തീർച്ചയായും ഈ ദിവസം ജൂതന്മാരും നസാറാക്കളും ബഹുമാനിക്കുന്ന ദിവസമാണ്. അപ്പോൾ നബിയുടെ മറുപടി, ഇൻഷാ അല്ലാഹ് വരുന്ന വർഷമുണ്ടെങ്കിൽ നമ്മൾ 9-നും നോമ്പെടുക്കുന്നതാണ്. പക്ഷേ ആ വർഷത്തിന് മുൻപേ, ആ ദിവസത്തിന് മുൻപേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. ഇമാം മുസ്ലിം തങ്ങൾ ഈ ഹദീസ് തന്റെ സ്വഹീഹിൽ പറഞ്ഞതായിട്ട് കാണാം. ഒരു ആശൂറാ ദിനത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ മുഹറം 9-നും 10-നും നോമ്പെടുക്കുക, ജൂതന്മാരോടെതിരാകുക,
മുസന്നഫിന് അബ്ദുർ റസാഖിൽ ഈ ഹദീസുണ്ട്. ഖാരിഫുൽ യഹൂദ വസൂമുത് താസിഅ വൽ ആശിറ, ജൂതന്മാരോടെതിരാകുകയും മുഹറം 9-നും 10-നും നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ ജൂതന്മാർ ആശൂറാ നോമ്പെടുക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടുന്ന് മറുപടി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷിക്കുകയും ബനി ഇസ്രായേലരെ മുക്കി നശിപ്പിക്കുകയും ചെയ്ത ദിവസമാണിത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞങ്ങളാണ് മൂസ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ടവർ. അവിടുന്ന് നോമ്പെടുക്കുകയും സ്വഹാബാക്കളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഈ ദിനം അത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിനമാണ്. ഈ ദിനത്തിൽ നോമ്പെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതേപോലെ ഈ ദിവസത്തിൽ നാം നമ്മളെ ഇയാലുകൾക്ക് വിശാലത ചെയ്യുകയും അവർക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്യുകയും ചെയ്യേണ്ടുന്ന ദിവസമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ബനി ഇസ്രായേലിയർക്ക് അള്ളാഹു വർഷത്തിൽ ഒരു ദിവസം നോമ്പ് നിർബന്ധമാക്കി. അത് മുഹറം 10-ലെ ആശൂറാ ദിവസമാണ്. ആ ദിവസം നിങ്ങൾ നോമ്പെടുക്കുകയും നിങ്ങളുടെ ആശ്രിതർക്ക് വിശാലത ചെയ്യുകയും ചെയ്യുക. ഒരാൾ ആശൂറാ ദിനത്തിൽ തൻ്റെ സമ്പത്തിൽ നിന്ന് തൻ്റെ ആശ്രിതർക്ക്, തൻ്റെ ഇയാലുകൾക്ക്, തൻ്റെ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്താൽ വർഷം മുഴുവൻ അള്ളാഹു അവന് വിശാലത ചെയ്യുന്നതാണെന്ന് ഉന്യത്തിലെ 89-ാം പേജിൽ നമുക്ക് കാണാൻ കഴിയും. ഒരാൾ ആശൂറായിൻ്റെ രാത്രി സജീവമാക്കുകയും പ്രഭാതത്തിൽ നോമ്പെടുക്കുകയും ചെയ്താൽ അവൻ മരണത്തിൻ്റെ വേദനയറിയുകയില്ല. വലം യദ്രീ ബിൽ മൗത്ത്, അവൻ മരണത്തിൻ്റെ വേദനയറിയുകയില്ല. ആശൂറാ ദിവസം വന്യമൃഗങ്ങൾ നോമ്പെടുക്കാറുണ്ടെന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ഖൈസ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയുന്നു. ഒരാൾ ആശൂറാ ദിവസം കാട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ കുറച്ചാളുകൾ മൃഗത്തെ അറുക്കുന്നത് കണ്ടു. അവരോട് വിവരമാരാഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇന്ന് മൃഗങ്ങളും നോമ്പെടുക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്നാൽ അത് മനസ്സിലാക്കി തരാം. അവർ ആ മനുഷ്യനെയും കൂട്ടി ഒരു തോട്ടത്തിലേക്ക് ചെന്നു. അയാളെ അവിടെ നിർത്തി. അസറിന് ശേഷമായപ്പോൾ എല്ലാ ഭാഗത്തിൽ നിന്നും ധാരാളം മൃഗങ്ങൾ അവിടെ വന്നു. ആ തോട്ടത്തിൽ നിന്നും ഒന്നും ഭക്ഷിക്കാതെ ആകാശത്തിലേക്ക് തലയുയർത്തി അതിന് ചുറ്റും അവകൾ നിന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ മൃഗങ്ങളെല്ലാം വേഗം വന്ന് അതിൽ നിന്ന് ഭക്ഷിക്കുന്നത് അയാൾ കണ്ടു. ഈ ചരിത്ര സംഭവം ലതായിഫുൽ മഅരിഫ് എന്ന കിതാബിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ ആശൂറാ ദിവസം ധർമ്മം ചെയ്താൽ അതൊരു വർഷം ധർമ്മം ചെയ്തതുപോലെയാണ്. വമൻ തസദ്ദഖ ഫീഹി കാന കസദഖതി സനാ, ഒരു വർഷം മുഴുവനും സദഖ ചെയ്തതുപോലെയാണെന്ന് കാണാം. അപ്പോൾ വളരെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമാസത്തെ ബഹുമാനിക്കാനും അതിൻ്റെ മഹത്വമറിഞ്ഞ് ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാനും ഇബാദത്തെടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.